ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ചേച്ചിയുടെ പേര് ജെപ്സിമോൾ ജോൺസൺ എന്നാണ്. ചേച്ചിനെ ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ കാണുന്നത്. ഓക്കെ, ഇന്ന് നമുക്കൊരു ടോപ്പിക്ക് പഠിക്കാം. ഓക്കെ, ഇന്ന് ചേച്ചി നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഹാൻഡ് വാഷിങ്ങിനെ കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഹാൻഡ് വാഷിംഗ് എന്താണെന്ന് നന്നായിട്ട് അറിയാം അല്ലേ? നമ്മളെല്ലാ ദിവസവും ഹാൻഡ് വാഷിംഗ് ചെയ്യുന്നവരാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ചേച്ചി എടുക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം, നല്ലൊരു എഫക്റ്റീവ് ഹാൻഡ് വാഷിംഗ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രോഗങ്ങളെ തടയാൻ പറ്റും. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ രോഗങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണല്ലേ? ഓക്കെ, അപ്പം നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഹാൻഡ് വാഷിങ്. അത് നല്ല രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് രോഗങ്ങളെയൊക്കെ തടയാൻ പറ്റും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള ഒരു ഹാൻഡ് വാഷിംഗ് ചെയ്യുന്നതെന്നാണ് ചേച്ചി പഠിപ്പിക്കാൻ പോകുന്നത്. WHO എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന് പറയും. അത് നമ്മുടെ ലോക ആരോഗ്യ സംഘടനയാണ്. അവർ പറയുന്നതനുസരിച്ച് ഒരു നോർമൽ ഹാൻഡ് വാഷ് ചെയ്യുന്നത് 20 to 40 സെക്കൻഡാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്കത് എങ്ങനെയാണെന്ന് പഠിക്കാം. കൂട്ടുകാരെല്ലാവരും റെഡിയല്ലേ? ചേച്ചി ഓരോ സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ്, ബെഡ് ഹാൻഡ്സ് ആൻഡ് അപ്ലൈ സോപ്പ്. ഓക്കെ, ആദ്യമേ നമ്മുടെ കൈ നനയ്ക്കുക, കുറച്ച് സോപ്പ് അപ്ലൈ ചെയ്യുക. അതിനുശേഷം റബ് പാം ടു പാം എന്ന് വെച്ചാൽ നമ്മുടെ രണ്ട് കൈകളും ചേർത്ത് നന്നായി റബ്ബ് ചെയ്യുക. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റബ് ബാക്ക് ഓഫ് ദ ഈച്ച് ഹാൻഡ്സ് ഫിംഗർ ഇന്റർലേസ്ഡ് എന്ന് വെച്ചാൽ കൈകൾ രണ്ടും ഇങ്ങനെ, ചേച്ചി കാണിക്കുന്ന കണ്ടോ, ഇങ്ങനെ നന്നായി ഇന്റർലൈസ് ചെയ്ത് ഇങ്ങനെ നന്നായി കൈ റബ്ബ് ചെയ്യുക. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റബ് പാം ടു പാം ഫിംഗർ ഇന്റർലേസ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ട് കൈകളും ചേർത്ത് ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ഇന്റർലോക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ നന്നായി കൈ ഇങ്ങനെ റബ് ചെയ്യുക. ഓക്കെ, നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റബ് ബാക്ക് ഓഫ് ദ ഓപ്പോസിറ്റ് പാം വിത്ത് ഫിംഗർ ഇന്റർലോക്ക്ഡ് എന്ന് വെച്ചാൽ കൈ രണ്ടും തമ്മിൽ ഇങ്ങനെ ഇന്റർലോക്ക് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ റബ് ചെയ്യുക. ഓക്കെ, കൂട്ടുകാർക്ക് മനസ്സിലായോ? ഓക്കെ, അടുത്തത് അഞ്ചാമത്തെ സ്റ്റെപ്പ് റബ് റൊട്ടേഷൻ ഓഫ് ദ തം. നമ്മുടെ രണ്ട് വിരലുകളും രണ്ട് കൈകളുടെ ആദ്യത്തെ തംസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക, രണ്ട് കൈകളിലെ. ആറാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റബ് ടിപ്പ് ഓഫ് ദ തമ്പ്. നമ്മുടെ ഒരു കൈയിലെ പാമിൽ മറ്റേ കൈയിലെ ടിപ്പ് ഓഫ് ദ തമ്പ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. ഇതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. അങ്ങനെ ബോത്ത് ഹാൻഡ്സ് അങ്ങനെ തന്നെ ചെയ്യുക. ഓക്കെ, മനസ്സിലായോ? ലാസ്റ്റ് സ്റ്റെപ്പ് റിൻസ് യുവർ ഹാൻഡ്സ് ആൻഡ് ഡ്രൈ. ഓക്കെ, അങ്ങനെ 7 സ്റ്റെപ്പാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. എപ്പോഴൊക്കെയാണ് നമ്മൾ ഹാൻഡ് വാഷിംഗ് ഫോളോ ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മൾ ഭക്ഷണത്തിന് മുൻപ്, ഭക്ഷണത്തിന് ശേഷം, അതിനുശേഷം ടോയ്ലറ്റ് യൂസ് ചെയ്തതിന് ശേഷം, നമ്മൾ പുറത്ത് കളിക്കാൻ പോയിട്ട് വന്നതിന് ശേഷം, ഈ സമയങ്ങളിലെല്ലാം നമ്മൾ ഹാൻഡ് വാഷിംഗ് മസ്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് നമുക്ക് ഫോളോ ചെയ്യാൻ, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. കൂട്ടുകാർക്കെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.